കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥി നിർണയം എന്നത് കേവലം പേര് നിശ്ചയിക്കലല്ല, മറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും അതോടൊപ്പം കനത്ത വെല്ലുവിളികളുടെയും ആകെ തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിഷേധങ്ങളും ഈ ഘട്ടത്തിൽ മുന്നണികൾക്കകത്തും പുറത്തും ഉയർന്നു കേൾക്കുന്നതും. CPIM-നെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും അധികാരത്തിലെത്തി ചരിത്രം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി ശക്തരായ സ്ഥാനാർത്ഥികൾ കളത്തിലിറക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. പേരാവൂർ പോലെ വർഷങ്ങളായി കൈവശമില്ലാത്ത മണ്ഡലത്തിൽ KK ശൈലജയെ പോലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും ഇതിനുദാഹരണമാണ്. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി വരുന്ന വിമർശനങ്ങൾ മാത്രമാണിതെന്നും അതിനെ ആ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതിയെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പാർട്ടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ അടക്കം ചെയർപേഴ്സണും മറ്റുമായിരുന്ന അവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആ നിലക്കുള്ള വിശദീകരണം കൊടുക്കാനാകുമെന്നാണ് പാർട്ടി വിചാരിക്കുന്നുണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തരംഗത്തിന്റെ ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന UDF-നും മുന്നണിയിലെ തർക്കങ്ങൾ തന്നെയാണ് കല്ലുകടിയായി തുടരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കരുത് എന്നാണ് പ്രവർത്തകർ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നത്. VT ബൽറാമിനെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്നവർ പറയുന്നതും ഇതാണ്. പക്ഷേ VT ബൽറാമിന് ആ നിലക്കുള്ള ശക്തിയും കരുത്തും അവിടെയുണ്ട്. മുന്നണിയിൽ വരുന്ന പ്രതിഷേധങ്ങളെയും എതിർ സ്വരങ്ങളെയും ഇരു നേതൃത്വവും എങ്ങനെ നേരിടും എന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ് കണ്ടറിയേണ്ടത്.